നമസ്കാരം, ഫോട്ടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ് നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. നമ്മുടെ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ കളറാക്കി വെക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ചിത്രത്തിലേക്ക് നോക്കുന്ന ഒരാളുടെ ശ്രദ്ധ കൃത്യമായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഫോട്ടത്തിൻ്റെ പുതിയ വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമുക്ക് എഡിറ്റിങ്ങിലോട്ട് കിടക്കാം. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള ഇമേജ് ചൂസ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ചിത്രം ഇതാണ്. നമുക്ക് എഡിറ്റിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ ചിത്രത്തിനെ ഒന്ന് ബേസിക്കായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ചിത്രത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ആ ഫോട്ടോഗ്രാഫറുണ്ട്. ഫോട്ടോഗ്രാഫറിൻ്റെ ഡ്രസ്സിങ്, ആ ഡ്രസ്സിങ് എന്ന് പറയുന്ന റെഡ് ക്യാപ്പ് ഇതൊക്കെ ക്യാരക്ടറിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന ഘടകങ്ങളാണ്. സോ നമ്മൾ ഈ ചിത്രം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ കളറിൽ വെക്കുകയും, അതായത് റെഡ് കളേഴ്സ് ഹൈലൈറ്റ് ചെയ്യും, ബാക്കിയുള്ള ഏരിയ എല്ലാം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യാം. സോ എഡിറ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്ക് ഈ ചിത്രത്തിനെ കൃത്യമായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാം. ലൈറ്റ് ആൻഡ് എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റ്. സോ നമുക്ക് ടൂൾസിൽ പോവാം, ട്യൂൺ ഇമേജ് സെലക്ട് ചെയ്യാം. ട്യൂൺ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ചിത്രത്തിനെ കുറച്ചുകൂടെ നമുക്ക് ഒന്ന് ബ്രൈറ്റർ ആക്കാം. ദെൻ ബേസിക്കലി സാച്ചുറേഷൻ നമുക്ക് കുറച്ച് കൂട്ടി ആ റെഡിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ചിത്രത്തിനെ നമ്മൾ ഫൈനൽ എഡിറ്റിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏത് പോർഷനാണോ നമ്മൾ കളറിൽ വെക്കുന്നത് അതിൻ്റെ കളർ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ട്യൂൺ ഇമേജ് ചെയ്തിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തു. ഇനി ഓക്കെ കൊടുക്കാം. സോ ഈ എഡിറ്റിംഗ് പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ചിത്രത്തിനെ നമുക്ക് മികച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്നാപ്സീഡിൽ ഡയറക്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ടൂൾസിൽ പോവുക, എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യാം. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ കുറേ ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്. കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്, ഡാർക്ക്, ഫിലിം, ഡാർക്ക് ആൻഡ് സ്കൈ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഫിൽറ്റർ ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ചിത്രത്തിൽ നമുക്ക് നമുക്ക് ഈ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. സോ ഏറ്റവും നല്ലത് നമുക്ക് ക്രിയേറ്റീവായിട്ട് നമ്മൾ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. സോ സ്ക്രീനിൽ ടച്ച് ചെയ്ത് മുകളിലോട്ടോ താഴോട്ടോ ആക്കുമ്പോൾ നമുക്കതിൽ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. ഞാൻ ഈ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് ഒരല്പം കുറയ്ക്കുകയാണ്. കാരണം നമുക്ക് ഈ ഫോർഗ്രൗണ്ടിലുള്ള എലമെൻറ്റുകളിലൊക്കെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി കോൺട്രാസ്റ്റ് ഒരല്പം കൂട്ടി, ഈ കോൺട്രാസ്റ്റ് ഈ ചിത്രത്തിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. സോ ബേസിക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഡിറ്റിംഗ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. ഡൺ. അടുത്താണ് ഈ എഡിറ്റിംഗ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇപ്പം നമ്മളൊരു ചിത്രത്തിനെ നമ്മൾ ട്യൂൺ ചെയ്തു, എന്നിട്ട് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റി. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിൽ നിന്ന് നമുക്ക് വേണ്ട ഏരിയയിലുള്ള കളേഴ്സ് തിരികെ കൊണ്ടുവരണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എഡിറ്റ്സിൽ പോവാം. എഡിറ്റ്സിൽ പോയിട്ട് വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്യാം. വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് അപ്ലൈ ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ഓപ്ഷൻ കിട്ടും. ഇപ്പം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നത്തെ അവസ്ഥയിലെത്തി. നമുക്ക് ബോട്ടം ലെഫ്റ്റിലുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ തിരിച്ചു കൊണ്ടുവരാം. സോ ഇപ്പോൾ ബ്രഷിൻ്റെ വാല്യൂ 0 ആണ്. 0 വാല്യൂവിൽ ബ്രഷ് വെച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പം ആ ഏരിയയിലുള്ള പ്രീവിയസ്ലി ആഡ് ചെയ്ത എഫക്റ്റ് റിമൂവ് ആവും. അതുപോലെ തന്നെ വാല്യൂ 100ൽ വെച്ചിട്ട് നമ്മൾ ബ്രഷ് അപ്ലൈ ചെയ്യുമ്പം ഈ എഫക്റ്റ് വീണ്ടും അപ്ലൈ ആവുകയും ചെയ്യും. സോ നമുക്കിപ്പം ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ചിത്രത്തിനെ സൂം ചെയ്തിട്ട് നമുക്ക് വേണ്ട ഏരിയകളിൽ ഏതൊക്കെ ഏരിയകളിലാണോ കളേഴ്സ് തിരികെ കൊണ്ടുവരേണ്ടത് അവിടെ നമുക്ക് ബ്രഷ് ചെയ്യാം. ഇപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ചില ഏരിയകളിൽ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് തിരികെ വന്നിട്ട് ബ്രഷിൻ്റെ വാല്യൂ 100ലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ആ പ്രീവിയസ് ആഡ് ചെയ്ത എഫക്റ്റ് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിരിച്ച് അപ്ലൈ ചെയ്യാം. സോ സ്ക്രീനിലുള്ള ബോട്ടം റൈറ്റിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മായ്ച്ച ഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് റെഡിലും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്ത ഏരിയ അല്ലാതെയും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിൽ വീണ്ടും കൃത്യമായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.
സോ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിത്രത്തിൽ നമ്മൾ ഉദ്ദേശിച്ച ഭാഗം കൃത്യമായിട്ട് കളറിലും ബാക്കി എല്ലാ ഏരിയയും ബ്ലാക്ക് ആൻഡ് വൈറ്റുമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ചിത്രത്തിനെ നമുക്കൊന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഫിൽറ്റർ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൂൾസിൽ പോയിട്ട് വിൻറ്റേജ് ചൂസ് ചെയ്യാം. വിൻറ്റേജ് ചൂസ് ചെയ്തിട്ട് നമുക്കിവിടെ പലതരം ഫിൽറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഈ ചിത്രത്തിൽ സ്റ്റിൽ അതിനൊരു ബ്ലാക്കും റെഡും തന്നെയായിട്ട് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫിൽറ്ററാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് അല്പം ബ്രൈറ്റ്നസ് ആഡ് ചെയ്തു. അപ്പോൾ സെൻറ്റർ പോർഷൻസ് നമുക്ക് വേണ്ട ഏരിയകളിൽ അത് ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. വിനിയേറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചുറ്റുപാടും കുറച്ചുകൂടെ നമ്മൾ ഡാർക്ക് ആക്കി മാറ്റി. അപ്പോൾ നമ്മുടെ ഈ മെയിൻ ക്യാരക്ടറിലേക്ക് തന്നെ ഈ ചിത്രത്തിൽ നമ്മുടെ ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്തു കഴിഞ്ഞു. സോ നമ്മൾ ഇനീഷ്യലി ഉള്ള ചിത്രം ഇതായിരുന്നു. ഈ ചിത്രത്തിനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ചിത്രമാക്കിയിട്ട് മാറ്റിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എഡിറ്റിംഗ് പ്രോസസ്സ് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് ഇമേജിനെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്തെടുക്കുക, അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ അപ്ലൈ ചെയ്യുക. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് കളർ വേണ്ട ഏരിയയിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്ററിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക. ദെൻ അതിനുശേഷം നമുക്കതിനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഫിൽറ്റർ ആഡ് ചെയ്തിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയ എഡിറ്റിംഗ് ഐഡിയാസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.